എൻ്റെ കർത്തവ്യം എന്നുള്ളത് പ്രതിജ്ഞ ചൊല്ലുക എന്നുള്ളതാണ്. എനിക്കതിന് മുന്നോടിയായിട്ട് ഒരു വാക്ക് ഞാൻ പറയുന്നു. ഈ പ്രതിജ്ഞ എന്നുള്ളത് വർഷത്തിൽ ഡിസംബർ 1 ഒരു ദിവസമായി ഒരിക്കലും മാറരുത്. കാരണം ഈ പ്രതിജ്ഞ ജീവിതത്തിൽ ഉടനീളം കൊണ്ട് നടക്കാനുള്ളൊരു പ്രതിജ്ഞയായി നിങ്ങളെ ഏറ്റെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പറയുന്നു 2025 കേരളം 95 അത് പൂർത്തീകരിക്കണമെങ്കിൽ ഈ പ്രതിജ്ഞ നമ്മൾ മനസ്സിൽ അന്നന്നോളം ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. പ്രതിജ്ഞ ചൊല്ലുക എന്നുള്ളതാണ്. എല്ലാവരും കൈ നീട്ടിക്കൊണ്ട് പ്രതിജ്ഞ ഏറ്റുപറയുക. പ്രതിജ്ഞ HIV അണുബാധ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. HIV അണുബാധ പിടിപെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമായ ജീവിതശൈലി പിന്തുടരുമെന്നും ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. HIV അണുബാധിതരെ സാധാരണക്കാരെ പോലെ തുല്യനിലയിൽ പരിഗണിക്കുമെന്നും അവർക്ക് ആവശ്യമായ പിന്തുണയും സഹായവും ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കുമെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഓക്കെ. താങ്ക് യു രമേശ്. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി പാലക്കാട് ഇതിലുള്ള വിശിഷ്ടാതിഥികളെ, ഇന്ന് ലോക എയ്ഡ്സ് ദിനം ആചരിക്കുകയാണ്. അപ്പോൾ എയ്ഡ്സ് എന്താണ് അസുഖം, എങ്ങനെ ലക്ഷണങ്ങൾ എന്താണ്, പകരുന്നത് എന്താണ്, എങ്ങനെയാണ്, എവിടെയെല്ലാം ചികിത്സ കിട്ടും, എങ്ങനെ ടെസ്റ്റ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ ഇതിനു മുമ്പ് സ്കിറ്റ് അവതരിപ്പിച്ച അവർ നന്നായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി വേറെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യം തോന്നുന്നില്ല. ഇപ്പോൾ WNC സൂപ്രണ്ട് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ICTC സെൻ്റർ ഉണ്ട്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെൻ്ററാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ നമുക്ക് ഏകദേശം 4000-ഓളം ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ 8 പോസിറ്റീവ് കേസ് കിട്ടിയിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല, എയ്ഡ്സിന് ART എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വനിതാ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ ഗൈനക് ചികിത്സകളെല്ലാം അവിടെ തന്നെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു പെരിഫറിയിൽ ഒരു പോസിറ്റീവ് കേസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഡെലിവറി അവിടെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രസവം അഥവാ സിസേറിയൻ തന്നെ ഇങ്ങനത്തെ പോസിറ്റീവായ കേസുകൾ നമ്മൾ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും കൂടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, സ്ത്രീകൾക്കുണ്ടാകുന്ന മറ്റുള്ള അസുഖങ്ങൾക്ക്, ഗൈനക് സംബന്ധമായ അസുഖങ്ങൾക്ക് പോസിറ്റീവായാലും ഒരിക്കലും ഒരു ചികിത്സയും നിഷേധിക്കില്ല. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മാത്രമല്ല, ഈ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി HIV അണുബാധിതരുടെ സംസ്ഥാനതല സംഘടനയായ കൗൺസിൽ ഓഫ് പീപ്പിൾ ലിവിംഗ് വിത്ത് HIV AIDS ഇൻ കേരള എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായ ശ്രീ ജോസഫ് മാത്യുവിനെ സാദരം ക്ഷണിക്കുന്നു.
യോഗ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വി കെ ശ്രീകണ്ഠൻ MP അവറുകൾ, യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനിമോൾ കെ, ബഹുമാനപ്പെട്ട DMO സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ ശ്രീലത മാഡം, ഡോക്ടർ പ്രേംകുമാർ സാർ, ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഹരിദാസൻ സാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമൂഹങ്ങൾ നയിക്കട്ടെ എന്ന ആശയവുമായി ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിനം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ പല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതായത് 2030 കൂടി പുതിയ HIV അണുബാധയില്ലാത്തൊരു ലോകത്തെ ഞങ്ങൾ സങ്കല്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒപ്പം നമ്മൾ വലിയ വെല്ലുവിളികളും നേരിടുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ 2025 ഈ ലക്ഷ്യം എത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ളത് 1 വർഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും എത്രമാത്രം വർദ്ധിക്കുന്നു എന്നുള്ളൊരു ആ രീതിയിലുള്ളൊരു മനസ്സിലാക്കൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമുക്ക് നല്ലതാണ്. കാരണം ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ പല ആൾക്കാരും അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യുവജനങ്ങൾ ഇതിൻ്റെ അകത്ത് വലിയൊരു പങ്കാളിത്തം വഹിക്കാനുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇന്നിവിടെ ഇരിക്കുന്ന യുവജനങ്ങളെ കാണുമ്പോൾ അവരോട് 1-2 വാക്കുകൾ പറയാതിരിക്കാനാവില്ല. തീർച്ചയായിട്ടും ഏറ്റവും വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു മേഖല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരിലൂടെ നമ്മളിലേക്ക് മറ്റുള്ള സമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിലൂടെയാണ്. അപ്പോൾ ഈ സന്ദേശം നിങ്ങളിൽ ഈ ഒരു ദിവസത്തെ സന്ദേശമായിട്ടും ആകരുത്. കാരണം സമൂഹങ്ങൾ നയിക്കട്ടെ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ സന്ദേശം നിങ്ങളുടെ കോളേജുകളിലും നിങ്ങളെ അറിയുന്ന ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്ത് പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനായിട്ട് വളരെയധികം സഹായകമായിരിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ചലഞ്ചസാണ്. ചലഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, ലോകത്തിലെ എല്ലാ മഹാമാരികളും അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പം ലോകാരോഗ്യ സംഘടന ഇടപെടുന്ന മേഖലകളെന്ന് പറഞ്ഞാൽ TB, HIV, മലേറിയ അങ്ങനെയുള്ള മേഖലകളിലാണ് അവരുടെ പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങളുള്ളത്. അപ്പോൾ അവർ രൂപീകരിക്കുന്ന നയങ്ങൾക്കനുസരിച്ച് ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ വരുന്ന WHO അല്ലെങ്കിൽ UNAIDS പോലുള്ള ഗ്ലോബൽ ഫണ്ട് പോലുള്ള പ്രത്യേകമായിട്ട് ഈ മേഖലയിലേക്ക് ഫണ്ടുകൾ നീക്കി വെക്കുന്നുണ്ട്. ആ ഫണ്ടുകളാണ് നമ്മുടെ എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കുന്ന രീതിയിൽ ഇന്ത്യക്കും ലഭിക്കുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ആ ഫണ്ടുകളുടെ ലഭ്യത കുറയാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതും നമ്മളെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചസാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് തനതായ രീതിയിലുള്ള നയങ്ങളും പ്രോഗ്രാമുകളും രൂപീകരിക്കേണ്ടി വരും. അത്തരം ഒരു ചലഞ്ചസ് നമ്മുടെ മുന്നിലുണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾ നെറ്റ്വർക്കുകൾ കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പൊളിറ്റിക്കൽ അഡ്വക്കസി പ്രോഗ്രാംസുകൾ നാഷണൽ തലത്തിൽ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ MP-മാരെയും MLA-മാരെയും കണ്ട് ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആരോഗ്യ മേഖലയിൽ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടുകൾ അല്ലെങ്കിൽ സ്വന്തം ഫണ്ടുകൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളും നീക്കി വെച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാട് ഞങ്ങളിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇന്നലെ ഞങ്ങളുടെ കേരളത്തിൽ നമ്മൾ രാഹുൽ ഗാന്ധിക്ക് ആ ഒരു നിവേദനം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. എറണാകുളത്ത് ഞങ്ങൾ ഹൈബി ഈഡൻ MP കണ്ടു ഞങ്ങളുടെ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ MP-ക്ക് ഇത് കൈമാറുകയുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മേഖലയിൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം പ്രോഗ്രാമുകൾ ഈ മേഖലയിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാവരുടെയും സഹകരണങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് കൂടി നമ്മളെ ഈ സമൂഹങ്ങൾ നയിക്കട്ടെ എന്ന ആശയപരമായ ഒരു നല്ലൊരു മുദ്രാവാക്യം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഈ മേഖലയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഒപ്പം ഈ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അവാർഡുകൾ വാങ്ങിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ട് എല്ലാ പ്രവർത്തകരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നതിനോടൊപ്പം നമുക്ക് ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ലോക എയ്ഡ്സ് ദിന ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഔപചാരികമായി നന്ദി അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസറും ജില്ലാ TB ഓഫീസറുമായ ഡോക്ടർ ഹരിദാസൻ അവരുടെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട
അധ്യക്ഷ ബിനുമോൾ മാഡം, അതുപോലെ MP ശ്രീകണ്ഠൻ സാറ്, നമ്മുടെ ബഹുമാനപ്പെട്ട DMO വിദ്യാ മാഡം, പ്രോജക്റ്റ് ഡയറക്ടർ ശ്രീലത മാഡം, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ആദ്യം പറയാം. നമ്മളെ നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു സ്കിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. സ്കിറ്റും കൂടി കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് ആദ്യം തന്നെ പറയുകയാണ്. നമ്മുടെ സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെയും അതുപോലെ ആരോഗ്യ വകുപ്പിൻ്റെയും NHMൻ്റെയും ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും കെസാക്സിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ അധ്യക്ഷം വഹിച്ച ബഹുമാന്യയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ബിനുമോൾ K മാഡത്തിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ പാലക്കാട് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ശ്രീകണ്ഠൻ സാർ, നമ്മുടെ പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ വിദ്യാ മാഡം, പ്രോജക്റ്റ് ഡയറക്ടർ ശ്രീലത മാഡം, പ്രോജക്റ്റ് കോർഡിനേറ്റർ PDNP ശ്രീ രമേഷ് P അവർകൾ, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കാനെത്തിയ ശ്രീ സ്മിതേഷ്, മുനിസിപ്പാലിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അനുപമ നായർ കൗൺസിലർ, ശ്രീ രാമൻകുട്ടി അവർകൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ, ഡോക്ടർ പ്രേംകുമാർ സൂപ്രണ്ട് പാലക്കാട് വനിതാ ശിശു ആശുപത്രി, ശ്രീ ജോസഫ് മാത്യു പ്രസിഡൻറ്റ് CPK+, അതുപോലെ തന്നെ ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടി സഹകരിച്ച ഹെൽത്തിലെയും കെസാക്സിലെയും സ്റ്റാഫ്, NHM സ്റ്റാഫ്, ആശാപ്രവർത്തകർ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മെമ്പേഴ്സ്, സ്കൂൾ ഓഫ് നഴ്സിംഗ് പാലക്കാട്, സിമറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മലമ്പുഴ, ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട്, മെഴ്സി കോളേജ് പാലക്കാട്, യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റഡീസ് പാലക്കാട്, JPHN ട്രെയിനിങ് സെൻറ്റർ പെരുങ്ങോട്ടുകുറിശ്ശി, പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പഴമ്പാലക്കോട്, PIMS സ്കൂൾ ഓഫ് നഴ്സിംഗ്, അതുപോലെ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച ജില്ലാ പഞ്ചായത്ത്, അതുപോലെ വയനാട് നാട്ടുകൂട്ടം, കുറവരശുകളെ അവതരിപ്പിച്ച വയനാട് നാട്ടുകൂട്ടം, അതുപോലെ വോളണ്ടിയേഴ്സായിട്ട് വർക്ക് ചെയ്ത JHI ട്രെയിനിങ് സ്കൂളിലെ കുട്ടികൾ, സോഷ്യൽ മീഡിയ, മറ്റ് പത്രപ്രവർത്തകർ, അതുപോലെ ഇതിൽ പങ്കെടുത്ത പൊതുജനങ്ങൾ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ പേരിലും സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പേരിലും പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെ പേരിലും പാലക്കാട് ജില്ലാ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്കിറ്റ് കൂടി കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പിരിഞ്ഞു പോകാവൂന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ദിനാചരണത്തോട് തുടർന്ന് രാവിലെ മുതൽ കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെയും ജില്ലാ ആരോഗ്യ വകുപ്പിൻ്റെയും മറ്റ് സന്നദ്ധ സംഘങ്ങളുടെയും ആഭിമുഖ്യത്തിൽ നടന്ന റാലിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച എല്ലാ നഴ്സിംഗ് കോളേജുകളും ഇവിടെയുണ്ട്. അതിനു മുമ്പ് ദയവായി ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും ദിശയിലെ ഉദ്യോഗസ്ഥരും കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയിലെ എല്ലാ വോളണ്ടിയേഴ്സും സ്റ്റേജിലേക്ക് വരണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. കലാപരിപാടികൾ തുടങ്ങുന്നതിന് മുൻപ് കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയിലെയും ജില്ലാ ആരോഗ്യ വകുപ്പിൻ്റെയും ദിശയിലെയും ഉദ്യോഗസ്ഥർ, NHMൻ്റെയും ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ഉദ്യോഗസ്ഥരും എത്രയും പെട്ടെന്ന് ആരംഭിച്ച് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഒരു ജില്ലയിൽ 4 സ്പോട്ട് വെച്ച് ഏകദേശം 84 സ്പോട്ടുകളിലൂടെ കടന്നു പോകുന്ന ഈ KSRTC ബസ് വിവിധ സന്ദേശങ്ങളും HIV ടെസ്റ്റിംഗും ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ വാളയാറിൽ നിന്നും ആരംഭിച്ച പാലക്കാട് നിന്ന് ആരംഭിച്ച കാസർഗോഡ് അവസാനിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആരംഭിച്ച ആ വണ്ടി എറണാകുളം ജില്ലയിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഡിസംബർ 1 മുതൽ 7 വരെ 14 ജില്ലകളിൽ 84 സ്പോട്ടുകളിലായി
അനേകായിരം സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ റാലിക്കും നമുക്ക് സന്തോഷത്തോടു കൂടി അവരെയും നമുക്ക് ഈ വേദിയിൽ വെച്ചോർക്കാം. ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം ഇവിടെ കൂടിയിരിക്കുന്ന നഴ്സിംഗ് കോളേജിലെ കുട്ടികൾ നല്ലൊരു കയ്യടിയോടുകൂടി അവരെ സന്തോഷിപ്പിക്കണമേ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ വൈകുന്നേരം മലമ്പുഴയിൽ വെച്ച് നടന്ന ദീപം തെളിയിക്കൽ ചടങ്ങിലും പങ്കെടുത്ത ഉദ്യോഗസ്ഥരെയും നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുന്നു. എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ NCC യൂണിറ്റ് അവതരിപ്പിക്കുന്ന സ്കിറ്റാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് നല്ലൊരു നാടിനെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും. നാം എല്ലാവർക്കും അറിയാം എയ്ഡ്സ് എന്ന അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന രോഗത്തെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ ഇടയിലുമുണ്ടോ ഈ രോഗം? തീർച്ചയായും ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ രോഗം പടർത്തുന്ന HIV എന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ സമൂഹത്തെ വിടാതെ പിന്തുടരുന്ന ഒരു ഭയഭീതിയാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായുള്ള ലൈംഗിക ബന്ധം ഒഴിവാക്കുക, പങ്കാളിയോടെയുള്ള വിശ്വസ്തത പുലർത്തുക. നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ ബ്ലഡ് ആവശ്യമാണെങ്കിൽ അംഗീകൃത ബ്ലഡ് ബാങ്കിൽ നിന്ന് മാത്രം രക്തം സ്വീകരിക്കുക. ബ്ലഡ് HIV പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചികിത്സാ സമയത്ത് ഉപയോഗിക്കുന്ന സിറിഞ്ച് രോഗാണുമുക്തമാണോ എന്ന് പരിശോധിക്കുക. ഒരാൾ ഉപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. ഉപയോഗിച്ച ശേഷം അവ നശിപ്പിച്ചുവെന്നും ഉറപ്പുവരുത്തുക. ഗർഭിണികൾ നിർബന്ധമായും HIV പരിശോധന നടത്തുക. അതുമൂലം അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കുള്ള അണുബാധ പരമാവധി തടയാൻ സാധിക്കും. ഈ രോഗം നമ്മുടെ ശരീരത്തുണ്ടെന്ന് നാം എങ്ങനെ തിരിച്ചറിയും? ഈ രോഗം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന മുതൽ തന്നെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവുകയില്ല. മറിച്ച് പ്രവേശിച്ച് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ലക്ഷണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ രോഗം ശരീരത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വീര്യം വളരെയധികം കൂടുതലാണ്. നല്ല ക്ഷീണം തോന്നുന്നു. കുറേ ദിവസമായല്ലോ. നീ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഇത് സ്വാഭാവികമല്ലേ ഒരാൾ യൂസ് ചെയ്ത സിറിഞ്ച് മറ്റൊരാൾ ഉപയോഗിക്കുന്നത്? എന്നാൽ പിന്നീട് അത് വളരെ തെറ്റായി മാറിയേക്കാം. അപ്പോൾ ഇങ്ങനെയാണല്ലേ എയ്ഡ്സ് ബാധിക്കുന്നത്? എയ്ഡ്സ് ബാധിക്കുന്നവരെ സ്പർശിക്കുന്നത് പോലും തെറ്റല്ലേ? ഒരിക്കലുമല്ല. ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചത് കൊണ്ടോ കൈ കൊടുത്തത് കൊണ്ടോ ഒന്ന് കെട്ടിപ്പിടിച്ചത് കൊണ്ടോ ഒരിക്കലും എയ്ഡ്സ് പകരുകയില്ല. അപ്പോൾ നമ്മുടെ സമൂഹം എന്തിനാണ് അവരെ ഒറ്റപ്പെടുത്തുന്നത്? അത് ശരിയാണോ? അതിൻ്റെ ആവശ്യമില്ല. അത് സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. അവരെ ഒരിക്കലും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അവരെ ഒപ്പം നിർത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഈ രോഗത്തിന് ചികിത്സയില്ലേ? ഉണ്ട്. ആന്റി റിട്രോവൈറൽ തെറാപ്പി എന്ന ചികിത്സയാണ് നമ്മൾ രോഗികൾക്ക് നൽകുന്നത്. തുടക്കത്തിൽ തന്നെ രോഗം നിർണ്ണയിക്കപ്പെടുമ്പോൾ ചികിത്സിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ രോഗിയെ രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അകറ്റണം രോഗം വരുന്ന വഴിയെ, രോഗിയെയല്ല. HIV AIDS എന്ന രോഗം നമുക്ക് വരുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. അതിനാൽ ജാഗരൂകരാകേണ്ടതും നാം തന്നെ.
Well done, Government Victoria College. Thank you. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാമാരി എന്നാണ് എയ്ഡ്സ് രോഗത്തെ വിശേഷിപ്പിക്കുന്നത്. ആദ്യമായി 1986 തമിഴ്നാട്ടിൽ ഈ രോഗം കണ്ടുപിടിച്ചു. ശേഷം 1993, അതായത് 30 വർഷങ്ങൾക്ക് മുമ്പ് 6 ലൈംഗിക തൊഴിലാളികളുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ HIV പോസിറ്റീവായി കണ്ടെത്തി. കണക്കുകൾ പറയുന്നത് കേരളത്തിൽ എയ്ഡ്സ് വ്യാപന തോത് കുറവാണെന്നാണ്. 2019 കണക്കുകൾ പ്രകാരം 34,748 പേരാണ് കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന എയ്ഡ്സ് രോഗികൾ. പിന്നീട് മന്ത്രി വീണ ജോർജ് നൽകിയ കണക്കുകൾ പ്രകാരം 25,775 പേരാണ് ഉഷസ് കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാസത്തിൽ ശരാശരി 100 പേർക്കെങ്കിലും എയ്ഡ്സ് രോഗം ബാധിക്കുന്നു എന്ന വസ്തുത ഇപ്പോഴും നിലനിൽക്കുന്നു. കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ എയ്ഡ്സ് മരണങ്ങൾ നടന്നത് 2019 ആന്ധ്രയിലായിരുന്നു. എന്നിരുന്നാലും ഇവിടെ 11,430 പേർ മരണമടഞ്ഞിട്ടുണ്ട്. HIV-യെയും എയ്ഡ്സിനെയും പറ്റി ശരിയായ ധാരണയില്ലാത്തത് കൊണ്ടായിരിക്കാം ഇന്നും HIV-യും എയ്ഡ്സും ഒരു വെല്ലുവിളിയായി തുടരുന്നത്. അത്തരത്തിലുള്ള ഒരു ധാരണ നൽകാനായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നേർക്കാഴ്ചയിലേക്ക് നിങ്ങളെ സാദരം സ്വാഗതം ചെയ്യുന്നു. വലിയ ധാരണയുണ്ടാകില്ല. ഞാനാണ് ആ മഹാമാരി എയ്ഡ്സ്. ഞാൻ മനുഷ്യന്റെ പ്രതിരോധശേഷി ഇല്ലാതാക്കുന്നു. ഇവനാണ് എന്റെ ആയുധം. അതെ, ഞാനാണ് HIV. ഞാൻ മനുഷ്യന്റെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കളെ നശിപ്പിക്കുകയും മനുഷ്യന്റെ പ്രതിരോധശേഷിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഞാൻ പല വിധേയനും പകരാം. ഏതെല്ലാമാണവ നിങ്ങൾക്ക് കാണണോ? സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ഒരാൾ മയക്കുമരുന്നിനായി ഉപയോഗിച്ച നീഡിൽ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് വഴി അപ്രതീക്ഷിതമായോ അശ്രദ്ധ മൂലമോ രോഗിയിൽ നിന്ന് രക്തം വഴി ആരോഗ്യ പ്രവർത്തകരിലേക്ക് എത്തുന്നു. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക്. അതെ, അമ്മയിൽ നിന്ന് 5% കുഞ്ഞിലേക്ക് പകരുന്നു. ഞാൻ പകർത്തുന്ന ലക്ഷണങ്ങളെ പറ്റി നിങ്ങൾക്ക് വലിയ ധാരണയുണ്ടാകില്ല. പനി, തുടർച്ചയായ ചുമ, രാത്രികാലങ്ങളിലെ അമിതമായ വിയർക്കൽ, ട്യൂമർ, ദേഹമാസകലമുള്ള ചൊറിച്ചിൽ, ലിംഫ് നോഡ് ഗ്രന്ഥികളുടെ വീക്കം, 1 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കം. എന്നാലും ചിലത് ബാക്കിയുണ്ടല്ലോ. അറിയാം. ഇല്ല, ഞങ്ങൾക്കറിയാം. കാപ്പോസി സാർക്കോമ, ചർമ്മത്തിലും മ്യൂക്കസ് മെംബ്രെയിനിലും കാണുന്ന തവിട്ട് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള ഫലകങ്ങളോ നൊഡ്യൂളുകളോ ആണിവ. ഇത് പ്രായമായവരെയാണ് കൂടുതലും ബാധിക്കുന്നത്. വായിൽ വരുന്ന മുറിവുകളാണ് ഇതിന്റെ സ്വഭാവ സവിശേഷത. ഓറോഫാരിഞ്ചൽ കാൻഡിഡിയാസിസ് ഒരു സാധാരണ ഈസ്റ്റ് ഫംഗസ് മൂലമുണ്ടാകുന്ന ഓറൽ ത്രഷ്. വേദനയും ചുവപ്പും വെളുത്ത ശിലാഫലകങ്ങൾ നാവിലും വായിലും തൊണ്ടയിലും, ചിലപ്പോൾ വെളുത്ത നാരുകളായുള്ള പാളികളും ടോൺസിലുകളിലും വായയുടെ പിൻഭാഗവും മൂടുന്നു. ഹെർപ്പസ് സോസ്റ്റർ കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വൈറൽ അണുബാധയാണിത്. കണ്ണിന്റെ റെറ്റിനെ ബാധിക്കുന്ന അണുബാധ ഇത് അന്ധതയിലേക്ക് നയിക്കുന്നു. നീ അവളെ സ്പർശിക്കരുത്. സ്പർശനത്തിലൂടെ നീ അവൾക്ക് എയ്ഡ്സ് പകർത്തും. ഇല്ല, സ്പർശനത്തിലൂടെയും ഹസ്തദാനത്തിലൂടെയും പകരുന്നില്ല. മറിച്ച് രക്തം, സ്രവം, ഉമിനീർ, കണ്ണുനീർ എന്നിവയിലൂടെയാണ് പകരുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും എന്നെ തടയാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഇല്ല, ശരിയായ പ്രതിരോധത്തിലൂടെ ഞങ്ങൾക്ക് നിന്നെ തടയാൻ സാധിക്കും. രക്തത്തിലൂടെ പകരുന്ന അണുബാധയെ നിയന്ത്രിക്കുക. മയക്കുമരുന്ന് കുത്തിവെക്കുന്നവരിൽ HIV അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്.
എല്ലാ രക്ത ഉൽപ്പന്നങ്ങളും രക്തവും HIV AIDS ഇല്ല എന്ന് ഉറപ്പാക്കാനായി പരിശോധിക്കുക. സിറിഞ്ച്, സൂചി, സ്കിൻ പഞ്ചിങ് ഉപകരണങ്ങൾ പുനരുപയോഗിക്കാതെ ഇരിക്കുക. കാതുകുത്തൽ, ടാറ്റൂയിങ്, വെപ്പ് പല്ലുവെക്കൽ എന്നിവയ്ക്ക് ശരിയായ മാർഗനിർദ്ദേശം തേടുക. സുരക്ഷിതമായ ലൈംഗിക ബന്ധം. വിവാഹത്തിനു ശേഷം ഒരു പങ്കാളിയുമായി മാത്രം ലൈംഗിക ബന്ധം ഏർപ്പെടുക. സുരക്ഷിതമായ ബന്ധത്തിന് കോണ്ടം ഉപയോഗിക്കുക. ലൈംഗിക ബന്ധങ്ങൾ ധാർമ്മികമായിരിക്കണം. പരസ്പരം വിശ്വസ്തരായിരിക്കുക. ഒന്നിൽ കൂടുതൽ പങ്കാളിയുമായുള്ള ബന്ധം ഒഴിവാക്കുക. ബി ഫെയ്ത്ത്ഫുൾ ടു വൺ പാർട്ട്ണർ. ഒരു പങ്കാളിയോട് മാത്രം വിശ്വസ്തത പുലർത്തുക. അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് പകരുന്നത് തടയൽ. ഗർഭകാലത്തും പ്രസവ സമയത്തും പിന്നീട് മുലയൂട്ടൽ വഴിയും അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV പകരാം. ഗർഭിണിയായ അമ്മയ്ക്കും അവളുടെ നവജാത ശിശുവിനും ആന്റി റിട്രോവൈറൽ മരുന്നുകൾ നൽകുക. സിസേറിയൻ ഇത് കുഞ്ഞിന്റെയും അമ്മയുടെയും ശരീര ദ്രവത്തിലേക്കുള്ള എക്സ്പോഷർ കുറയ്ക്കുന്നു. രോഗാവസ്ഥ. സമൂഹത്തിന്റെ കൈത്താങ്ങൽ അത്യന്താപേക്ഷിതം. HIV അണുബാധ ഇല്ലാത്ത, വിവേചനങ്ങളൊന്നുമില്ലാത്ത ലോകത്തിനായി, അവരെ ചേർത്ത് പിടിക്കാനായി, അവർക്ക് താങ്ങും തണലുമേകാനായി നമുക്ക് ഒരുമിച്ച് അണിചേരാം. അവർക്കും നമ്മെപ്പോലെ സന്തോഷമായി ജീവിക്കാൻ അവസരങ്ങൾ ഒരുക്കാം. അതിനായി നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് കൈകോർക്കാം, പ്രവർത്തിക്കാം. അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്ക് പറയാം, ലെറ്റ് ദ കമ്മ്യൂണിറ്റി ലീഡ്. അതെ, ഇനി സമൂഹം നയിക്കട്ടെ. വെൽഡൺ JPH നഴ്സിംഗ് സ്കൂൾ. വെറുതെ മൊഴികൾ വിതുമ്പിയോ മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൻ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം പൊന്നോളം ചേലേറും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാറിവിൽ ചിറകേറണം ആശതൻ തേരിൽ പറന്നു ആരിൽ നീ ഉയരണം ഇടനെഞ്ചിലെ മുറിവാരണം ഇരു കണ്ണിലും ഇഴിവേറണം നന്മകൾ പൂക്കുമീ പുലരി തേടി നീ ഒഴുകണം. വളരെ മനോഹരമായി ആ സ്കിറ്റ് തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ലെവൻ പാടുന്നു നീ പാടുപെടും ഇവൾക്കൊരുവൻ കിഴ
കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുതേ ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം கருப்பாயி நீ வெளுத்தது ஏன் கருப்பாயி தொட மாட்டேன் தொட்டா நானும் விட மாட்டேன் சிறு பழகா சிலித்ததே சிறு பழகா விட மாட்டேன் நீ தொடாம நான் விட மாட்டேன் சுத்து நெருப்பு போல ஒட்டிக்கலாமா பஞ்சு நான் இருக்க பொட்டிக்கலாமா சுத்து நெருப்பு போல ஒட்டிக்கலாமா பஞ்சு நான் இருக்க பொட்டிக்கலாமா ரங்கா இது தவணி போட்ட மங்கா சுமக்கிட்ட வந்து திங்கா ஒரு ஆட்டம் போட்டு சிங்கா இது அள்ளி தாடி கொண்டு என் மேல பக்காத கண்ணு ஒண்ணு கேட்டு வராத மாப்பு அட காத்து கிடக்கு ஆப்பு எக்கா அடனியோ நானும் ஷோக்கா புது பாலிஷ் போட்ட தேக்கா ஒரு பாட்டு கட்டு ரோக்கா இது எங்க ஆட்டோ அழகான மல்லி தோட்டோ இது எங்க போட்டோ ஒரு கிள்ளி தாண்டு ஓட்டோ சோவா ஏ குத்தடி சும்மா கூடி குத்தடி ஏ குமடி கண்ண பார்த்து பையடி ஏ ஆணுக்கு பொண்ணு ஏ புட்டுக்கு வானோ ஏ புட்டுக்கு பொண்ணு ஏ தலனா கண்ட போதே இந்த மூஞ்சி நிறைஞ்சு போச்சு நெஞ்சுக்குள்ள நாக்குல மூக்கே தொட்டவே நானடி பார்வையால் உசுரையே தொட்டவே நீயடி தாமரை பூவுக்கும் தண்ணிக்கும் என்னைக்கும் சண்டையே வந்ததில்லை மாமன அள்ளி நீ தாவணி போட்டுக்க மச்சினி யாரும் இல்ல மாமதுரை அண்ணக்கோடி மாமதினி அண்ணன் ரெடி மருத மெச்சும் அண்ணக்கோடி மாமதினி நல்லா குத்து அடி மாமதுரை அண்ணக்கோடி மாமதினி அண்ணன் ரெடி மருத மெச்சும் அண்ணக்கோடி மாமதினி நல்லா குத்து அடி Just looking like a wow. So beautiful, so elegant, just looking like a wow. So beautiful, so elegant, just looking like a wow. Black color wow. Orange wow, wow. Magenta color, oh my god, wow. And my beautiful color, purple. So beautiful, so elegant, just looking like a wow. So beautiful, so elegant, just looking like a wow. So beautiful, so elegant, just looking like a wow. പെണ്ണായാൽ കണ്ണിലുണ്ട് താളം പെണ്ണിന്റെ നടക്ക് താളം പെൺപൂവിൻ ഇതളിലുണ്ട് താളം പെൺമോഹം അഴക് തഴുകും താളം ചിരിപ്പ് താളം നടപ്പ് താളം പെൺവഴക്കടിച്ചാൽ അതും താളം പെൺമോടിയ മനസ്സും മറക്കും താളം പെണ്ണോടിടയും മുളതപതാളം
HIV ബാധിതരെ ഒറ്റപ്പെടുത്താതിരിക്കുക. സാധാരണ സമ്പർക്കത്തിലൂടെ രോഗം പകരില്ലെന്ന് തിരിച്ചറിയുക. HIV ബാധിതർക്ക് മറ്റെല്ലാവരെയും പോലെ അവസരങ്ങളും അവകാശങ്ങളും ഉണ്ടെന്നോർക്കുക. അവരെയും സ്നേഹത്തോടെ പരിചരിക്കുക. HIV ബാധിതർ ഇല്ലാത്ത ഒരു ലോകത്തിനായി നമുക്കെന്നും ചേർന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്. ഹലോ. ലോകമെമ്പാടുമുള്ള HIV അണുബാധിതരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സമൂഹത്തിൽ യാതൊരു നിന്ദയും വിവേചനവും ഉണ്ടാവാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഒരു നല്ല രീതിയിൽ ഈ സംസ്ഥാനതല ഉദ്ഘാടനം വിജയമാക്കി തീർത്ത ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ജനഗണമനയോടുകൂടി നമ്മളുടെ ഈ ഔദ്യോഗിക പരിപാടികൾ അവസാനിപ്പിക്കുന്നതായി അറിയിക്കുന്നു. എല്ലാവർക്കും